കൊല്ലം കരുനാഗപ്പള്ളിയിലെ സന്തോഷിന്റെ കൊലപാതകത്തിൽ ആലുവയിൽ നിന്ന് രക്ഷപ്പെട്ട പ്രതി അലുവ അതുലിനായി അന്വേഷണം വ്യാപിപ്പിച്ച് പോലീസ്. വാഹന പരിശോധനയ്ക്കിടെയാണ് പ്രതി കടന്നുകളഞ്ഞത്. പ്രതികൾക്ക് കൊടും ക്രിമിനലുകളുമായി ബന്ധമുള്ളതിന്റെ തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്ത മനുവിന്റെയും രാജീവിന്റെയും അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. സന്തോഷിന്റെ വീട്ടിലേക്ക് 2 തവണ തോട്ടയെറിഞ്ഞതായി രാജീവ് പോലീസിനോട് സമ്മതിച്ചതായാണ് വിവരം. ദിലീപ് ദേവസ്യയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ദിലീപ് ദേവസ്യ, ഈ അലുവ അതുലിനെ ഇനിയും പിടികൂടാൻ സാധിച്ചിട്ടില്ല. പോലീസ് നന്നായി വലവിരിക്കുന്നുണ്ടല്ലേ? ഡോക്ടർ അരുൺകുമാർ, ഈ സന്തോഷ് കരുനാഗപ്പള്ളിയിലെ ജിം സന്തോഷിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടപ്പോൾ 2 പേരുടെ അറസ്റ്റാണ് കരുനാഗപ്പള്ളി പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന്, ഇവർക്ക് വാഹനം ഏർപ്പാടാക്കി കൊടുത്ത മനു കുക്കു എന്ന മനുവിൻ്റെ അറസ്റ്റും അതോടൊപ്പം ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത രാജപ്പൻ എന്ന രാജീവിൻ്റെ അറസ്റ്റുമാണ് പോലീസ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ നിർണായകമായ പങ്കുവച്ച അലുവ അതുൽ, ഈ കൊലപാതകത്തിൽ നേരിട്ടിടപെട്ട അലുവ അതുല് പോലീസിൻ്റെ തിരച്ചിൽ പരിശോധനയിൽ അന്വേഷണത്തിനിടയിൽ നിന്ന് ആലുവയിൽ നിന്ന് പോലീസിൻ്റെ കൺമുന്നിൽ നിന്ന് ജസ്റ്റ് മിസ്സായി എന്നാണ് പോലീസ് പറഞ്ഞത്. ആലുവ പോലീസിൻ്റെ കൺമുന്നിൽ നിന്നാണ് പ്രതി വാഹന പരിശോധനയ്ക്കിടയിൽ രക്ഷപ്പെട്ടത്. പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണം ആലുവ ഭാഗത്ത് ഊർജിതമാക്കിയിട്ടുണ്ട്. ASP ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എല്ലാ ജില്ലകളിലേക്കും ഈ പോലീസ് ഇപ്പോൾ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയിട്ടുണ്ട്. 5 പേരുടെ പട്ടിക ഇന്നലെ പുറത്തുവിട്ടിരുന്നു. ഈ 5 പേരെ കൂടാതെ ഇനി ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളടക്കം പോലീസ് അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പ്രതി, അതായത് ഇന്നലെ അറസ്റ്റിലായ രാജപ്പൻ എന്ന രാജീവിനെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിന്ന് ചില കാര്യങ്ങളടക്കം പോലീസിന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇത് കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. അതിൽ നിന്നാണ് ഈ പ്രതികൾക്ക് വലിയ തരത്തിലുള്ള മറ്റു വലിയ ക്രിമിനലുകളുമായി ബന്ധമടക്കം പുറത്തു വന്നു. കൊടി സുനി, മരട് അനീഷ്, തമ്മനം ഷാജി എന്നിവരോടൊപ്പം നിൽക്കുന്ന ഫോട്ടോകളും ദൃശ്യങ്ങളും അടക്കം ഇവരുടെ സമൂഹ മാധ്യമങ്ങളിൽ നിന്നും ഇവരുമായി അടുത്ത ബന്ധം പുലർത്തുന്നു എന്നുള്ള കാര്യങ്ങളടക്കം ഈ രാജീവിൽ നിന്ന് പോലീസ് മനസ്സിലാക്കുകയും ചെയ്തു. ഈ വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് തമ്മനം ഷാജിയുടെ മകളുടെ വിവാഹത്തിന് പങ്കെടുത്തതായിട്ടടക്കം ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്തു. അങ്ങനെ വലിയ ക്രിമിനൽ സംഘങ്ങളുമായി ബന്ധമുള്ള പ്രതികളാണ് ഇപ്പോൾ പിടിയിലാകാനുള്ളത്. സന്തോഷിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ചവറ സംഘവും ഒപ്പം കരുനാഗപ്പള്ളി സംഘവും തമ്മിലുള്ള കൊടിപ്പോര് അല്ലെങ്കിൽ കൊടിപ്പകയാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പറയുന്നത്. ഇതിന് പ്രധാന ആസൂത്രിതനായ പങ്കജിനെ വേണ്ടിയിട്ടുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. എന്തായാലും പ്രതികൾ ഉടൻ തന്നെ പിടിയിലാകുമെന്നാണ് കൊല്ലം കരുനാഗപ്പള്ളി ASP അഞ്ജലി ഭാവന പറയുന്നത്. അഞ്ജലി ഭാവന നേതൃത്വത്തിലുള്ള താങ്ക് യു ദിലീപ്.